അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പുണ്യയാത്രകൾ നമ്മുടെ നാട്ടിൽ വ്യാപകമായി കാണാൻ കഴിയും. സിയാറത്ത് ടൂറ്, നാഗൂര്, അജ്മീർ, മുത്തുപേട്ട തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ഉള്ളാള്, CM മടവൂരിന്റെ മക്കാം, ഇങ്ങനെ പല സ്ഥലങ്ങളിലേക്കും സിയാറത്ത് ടൂറുകൾ വ്യാപകമായി സംഘടിപ്പിക്കാറുണ്ട്. അജ്മീരൊക്കെ. ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഇപ്രകാരം ഒരു സിയാറത്ത് ടൂർ, ഒരു പുണ്യയാത്ര റസൂൽ പഠിപ്പിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, മക്കയിലേക്കും മദീനയിലേക്കും ബൈത്തുൽ മുഖദ്ദസിലേക്കും മാത്രമാണ് പ്രതിഫലം കാംക്ഷിച്ചിട്ടുള്ള ഇത്തരം സിയാറത്ത് ടൂറുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഇത്തരം യാത്രകൾ, പുണ്യയാത്രകൾ പഠിപ്പിച്ചിട്ടുള്ളത് ഹദീസിൽ കാണാൻ കഴിയും. ലാ തശുദ്ദു റിഹാല ഇല്ലാ ഇലാ സലാസത്തി മസാജിദ്, 3 പള്ളിയിലേക്ക് മാത്രമേ നിങ്ങൾ റിഹാലുകൾ, പുണ്യയാത്രകൾ നടത്താവൂ. 1 മസ്ജിദുൽ ഹറമാണ്, 2 മസ്ജിദ് നബവിയാണ്, 3 ബൈത്തുൽ മുഖദ്ദസാണ്. അപ്പൊ സ്വാഭാവികമായും വരുന്ന വിഷയം, ഇത് ഖബർ സിയാറത്ത് നടത്തുന്നത് എന്താ പ്രശ്നം? ഖബർ സിയാറത്തിനല്ലേ പോകുന്നത്? പക്ഷെ ഈ പറയപ്പെട്ട സ്ഥലങ്ങളിൽ ഖബർ സിയാറത്ത് അല്ല സത്യം നടക്കുന്നത്, ഖബറിനോടുള്ള ദുആയാണ്, ഷിർക്കാണ് നടക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള യാത്രകൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല, നമ്മൾ പങ്കാളികളാകാനും പാടില്ല. എന്നാൽ നമ്മുടെ നാടുകളിലെ ഖബർ സിയാറത്തുകൾ നമുക്ക് നടത്താം. അത് പുണ്യകരമായ വിഷയമാണ്. അത് അവിടെ ചെന്ന് കർപ്പൂരം കത്തിക്കാനോ ചന്ദനത്തിരി കത്തിക്കാനോ പട്ടുമൂടാനോ അല്ലല്ലോ, മറിച്ച് ആ ഖബറിൽ കിടക്കുന്ന ആൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ഇരക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും, നിങ്ങൾ ഖബർ സിയാറത്ത് നടത്തിക്കോളൂ. ആഖിറത്തെ ഓർക്കാനും ദുനിയാവിനോട് വിരക്തി തോന്നുവാനും അതേപോലെ തന്നെ തുദക്കിറുക്കുമുൽ മൗത, മരണത്തെ ഓർക്കുവാനും ഇത് കാരണമാകുമെന്ന് വ്യത്യസ്തമായ റിപ്പോർട്ടുകൾ കാണാൻ കഴിയും. നിങ്ങൾ ഖബർ സിയാറത്ത് നടത്തണം, അത് ഗുണപാഠമുണ്ട് എന്ന് ഇമാം ഹാക്കിമിന്റെ റിപ്പോർട്ടിൽ കാണാൻ കഴിയും. അപ്പോൾ ഖബർ സിയാറത്ത് നമ്മൾ നടത്തണം, അത് പുണ്യമാണ്. എന്നാൽ ഖബർ സിയാറത്തിന്റെ പേരിലുള്ള സിയാറത്ത് ടൂറുകളും അതേപോലെ പുണ്യയാത്രകളും നടത്തി അവിടെയുള്ള ഖബറാളികളോട് പ്രാർത്ഥിക്കലും, അവിടെ തവാഫ് ചെയ്യലും, അവിടെ സുജൂദ് ചെയ്യലും, അവിടെ പട്ടുപുതക്കലും, അവിടെ നേർച്ച ഇടലും, ഇതെല്ലാം ഷിർക്കാണെന്ന് മനസ്സിലാക്കുക. നേരെ മറിച്ച് നമ്മുടെ സമീപത്തുള്ള ഖബർസ്ഥാനുകളിൽ പോയി അവിടെയുള്ള ആളുകൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബക്കാർക്ക് വേണ്ടി, സ്നേഹിതന്മാർക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കൽ പുണ്യമാണ്. ആ ഖബർ സിയാറത്തല്ല. ഈ ഖബർ സിയാറത്തിന്റെ പേരിൽ നമ്മുടെ നാട്ടിലെ മക്ബറ സിയാറത്ത് ടൂറുകൾ സംഘടിപ്പിക്കുന്ന ആളുകൾ ചെയ്യുന്നത് രണ്ടാണ്. ഒന്ന് സുന്നത്താണ്, മറ്റേത് ഷിർക്കാണ് എന്ന് മനസ്സിലാക്കുക. സത്യത്തെ സത്യമായി മനസ്സിലാക്കി യഥാർത്ഥമായ കാര്യങ്ങൾ മാത്രം ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക. സത്യവും അസത്യവും കൂട്ടിക്കലർത്തി ഇതിനെയൊക്കെ വിമർശിക്കുന്ന ആളുകളെ സിയാറത്തിനെ വിമർശിക്കുന്നു, ഖബർ സിയാറത്തിനെ വിമർശിക്കുന്നു എന്ന് പറഞ്ഞ് വിമർശിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഖബർ സിയാറത്ത് വേറെയാണ്. അത് നമ്മുടെ അടുത്തുള്ള ഖബറുകളിൽ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ ഖബറടക്കി അടുത്ത് പോയിട്ട് ആ ഖബറിൽ കിടക്കുന്ന ആൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. നമുക്കും അതിൽ ഗുണപാഠമുണ്ട്. മരണത്തെ ഓർക്കാൻ, ആഖിറത്തിനെ ഓർക്കാൻ, ദുനിയാവിനോട് വിരക്തി വന്നാൻ കാരണമായി തീരും എന്ന് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതല്ലാതെ ഖബറിന്റെ അടുത്ത് പോയി പട്ടുപുതക്കലും നേർച്ചയിടലും തവാഫ് ചെയ്യലും സുജൂദ് ചെയ്യലൊക്കെ ഷിർക്കാണ്, ഇസ്ലാം പഠിപ്പിക്കാത്ത കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.